വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും ധൈര്യവും അവസാനം സ്ഥാനം സ്വീകരിച്ച് കഴിഞ്ഞ ആഗസ്റ്റ് 15 ജൂൺ 1 ആയി എൻ്റെ കൂടെ ആദ്യത്തെ വെളിപ്പെടുത്തി കിട്ടിയ എൻ്റെ ആത്മീയതകളും സഹോദരിയും വഹിപ്പുണ്ട്. ഇന്നിവിടെ എനിക്ക് കിട്ടിയ ബോധ്യം പ്രത്യേകിച്ച് ആദ്യം ഇവിടെ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ്. എനിക്ക് ഒന്നും പറയാൻ പറ്റി, പേടിയാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ പറ്റി. പിന്നെ ചെറിയ ചെറിയ ആത്മീയ ജ്ഞാനത്തിലേക്ക് നിത്യവതി ജീവൻ എന്താണ്, അല്ലെങ്കിൽ സൃഷ്ടാവ് എന്താണ്, സൃഷ്ടി എന്താണ്, നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതുപോലെ പരിശുദ്ധാത്മാവ് ദൈവം അവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മരമുകളിലോ അല്ലെങ്കിൽ ആകാശത്തിലാണോ എന്നല്ലാതെ അങ്ങനെയുള്ള പുതിയ വെളിപ്പെടുത്തൽ വെളിപാടുകൾ കിട്ടി. അതുപോലെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതിനെ തുറന്ന് പ്രാർത്ഥിക്കാനും വചനം പറയാനും അതുപോലെ പല വചനങ്ങൾ അകത്ത് കയറി എൻ്റെ ഹൃദയത്തിലും ആത്മാവിലും മനസാക്ഷിയിലും ചുണ്ടിലും വരാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയാനുള്ളത്, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവർത്തനം ഞാൻ ധ്യാനം കൂടിയ ആളാണ്. പക്ഷേ ഈ ഇടയ്ക്കാണ് അത് കത്തിജോലിക്കാൻ തുടങ്ങിയത്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഇരിപ്പുണ്ട്, സൈസു. അപ്പോൾ ഈ ഇടയ്ക്ക് കുറേ എന്താ പറയുക, മൊബൈലിൽ എൻ്റെ ധ്യാനങ്ങളൊക്കെ തന്നപ്പോൾ അത് കേട്ടതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ മാസം നാട്ടിൽ പോയി ഉള്ള കാസറ്റ് CD മുഴുവൻ വാങ്ങി ഞാൻ രാത്രിയും പകലും കേൾക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും വലുതെന്തെന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞാൽ വചനം കേൾക്കുക. അപ്പോൾ ഞാൻ കറിയാണ്, ഇത്രയധികം സമയം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ആത്മീയമായ ജോലി എന്ന ദൈവവേല ജോലി എന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കടമയോട് എനിക്ക് രാത്രി ദൈവം എന്ന് ഓർക്കാതെ പല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ ഓരോ ഓക്കെ, താങ്ക് യു. കൈയടിച്ച് ചേർത്താണ്. സഹോദരിമാരാണെങ്കിൽ വലിയ പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് കുര്യൻ തോമസ്, നല്ല സുപ്പാരയിൽ വരുന്നു. എനിക്ക് ബ്രദർ തോമസ് പോൾ ഇവിടെ വചന സന്ദേശം അറിയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് സഹനത്തെക്കുറിച്ച് ശിമയോൻ ഈശോയെ കുറിച്ച് വഹിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു വിവരണം, സഹനത്തെക്കുറിച്ച് വളരെയധികം ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക അനുഭവമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് മാറുന്ന ഒരു നിമിഷങ്ങളായിരുന്നു. ഒരു പട്ടാളക്കാരൻ ശിമയോനെ വിളിച്ച് നിർബന്ധപൂർവ്വം യേശുവിൻ്റെ കുരിശ് ചുമക്കുവാനായിട്ട് പോകുന്നു. ഈശോയെ ശിമയോൻ അറിഞ്ഞിരുന്നില്ല, ഈശോ ആരാണെന്ന് അറിഞ്ഞിരുന്നില്ല. കുരിശ് വഹിക്കുന്നതും കുരിശിൽ മരിക്കുന്നതെല്ലാം നീചരായ മനുഷ്യരായിരുന്നു. അപ്പോഴെ കുരിശ് ചുമക്കുവാൻ സഹായം ചോദിച്ചപ്പോൾ തന്നെ വളരെ മനസ്സുകളോടുകൂടി ആണെങ്കിൽ നിർബന്ധപൂർവ്വം അത് വഹിക്കുവാനായിട്ട് പോകുന്നു. അതിനുശേഷം ശാരീരികമായ വളരെ വിഷമിച്ച് വേദന അനുഭവിച്ച് തിരിച്ച് ഭവനത്തിൽ വന്ന് കിടക്കുന്നതായ ആ ഒരു സന്ദർഭവും മക്കള് ചോദിക്കുന്നതും അതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ഒരു ഫിലിം പോലെ അതെല്ലാം കടന്നു പോകുന്ന ഒരു അനുഭവമായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ ഇടവകയ്ക്ക് ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തെ സഹനത്തിൻ്റെ ഒരു പാതയെ എങ്ങനെ നേരിടുന്നു അതിൻ്റെ ഒരു വെളിച്ചം ശിമയോന് രണ്ടാമത് മക്കള് മാർക്കറ്റിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ സാധനം വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോൾ ആളുകൾ ഈശോയുടെ ഉയർപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതും അതിൽ നിന്ന് അവർക്ക് എൻ്റെ പിതാവ് ഇന്നലെ വഹിച്ച കുരിശ് ഈ മരിച്ച് ഉയർത്ത യേശുവിൻ്റെ ആണെന്നുള്ള ഒരു വെളിച്ചം ലഭിക്കുകയും അത് പിതാവിനോടൊന്ന് പറയുകയും പിതാവിന് ഉണ്ടാകുന്നതായ ആനന്ദവും അപ്പോൾ കുരിശ് അറിയാതെ വഹിക്കുന്ന അല്ലെങ്കിൽ എന്തിനു കുരിശ് വഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധ്യമില്ലാതെ വഹിച്ച് രണ്ടാമത് അത് രക്ഷകനെ കുരിശാണെന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ, അതേ അനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെയും സഹനത്തിനും ഉള്ളത് എന്നുള്ളൊരു വലിയ ഉൾക്കാഴ്ച ബ്രദറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ലഭിച്ചു. അതിനായിട്ട് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈശോയ്ക്ക് നന്ദി. വെരി ഗുഡ്. അടുത്ത ആളുകളും വരിക. ഒരാളും കൂടി വന്നാൽ മതി.